അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഹസദ ഇല്ലാ ഫിസ്നതൈനി റജുലുൻ ആതാഹുല്ലാഹുൽ ഖുർആൻ ഫഹുവ യത്ലൂഹു ആനാ അൽ-ലൈലി വ ആനാ അൻ-നഹാർ വറജുലുൻ ആതാഹുല്ലാഹു മാലൻ ഫഹുവ യുൻഫിഖു ആനാ അൽ-ലൈലി വ ആനാ അൻ-നഹാർ. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്ത വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണ് ഇത്. രണ്ട് കാര്യങ്ങളിലല്ലാതെ അസൂയ പാടില്ല എന്ന് പറയുന്ന ഹദീസ്. ആ രണ്ട് കാര്യങ്ങളിൽ ഒന്നാമതായി അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഖുർആനെ സംബന്ധിച്ചാണ്. അള്ളാഹു ഖുർആൻ നൽകിയ ഒരു വ്യക്തി, ആ വ്യക്തി രാപ്പകൽ വ്യത്യാസമില്ലാതെ ഖുർആൻ യത്ലൂഹു പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. തല എന്നതിന് ഓതുക എന്നതോടൊപ്പം പിന്തുടരുക എന്നും അർത്ഥമുണ്ട്. വിശുദ്ധ ഖുർആന്റെ പാരായണം ആശയം മനസ്സിലാക്കിയുള്ള ഓതൽ അതിന്റെ പിന്തുടരലിലേക്കാണ്. അതിനെ പിന്തുടർന്ന് ജീവിക്കാനാണ് ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കേണ്ടത്, അതിലേക്കാണ് എത്തേണ്ടത്. വിശുദ്ധ ഖുർആനെ രാത്രിയും പകലും വ്യത്യാസമില്ലാതെ പരിഗണിക്കുന്ന, അത് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന വിശ്വാസി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ പറഞ്ഞത് ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തെക്കുറിച്ചോ പ്രത്യേക മാസത്തെക്കുറിച്ചോ അല്ല. ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ ഖുർആനുമായുള്ള ബന്ധം, ദിവസവും ശ്വാസം കഴിക്കുന്നുണ്ടെങ്കിൽ, ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ, ഉറങ്ങുന്നുണ്ടെങ്കിൽ, മറ്റു കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ, എല്ലാ ദിവസവുമുള്ള കൃത്യമായ പ്രവർത്തനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായി ഉണ്ടാവേണ്ട ഒന്നാണ് വിശുദ്ധ ഖുർആൻ പാരായണം എന്നത്. അത് രാവിലെയും ഉണ്ടാകണം, രാത്രിയും ഉണ്ടാകണം, രാപ്പകൽ വ്യത്യാസമില്ലാതെ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ പാരായണം ചെയ്ത് ഖുർആന്റെ മുന്നിൽ സമയം ചെലവഴിക്കുന്ന ഒരാളുടെ വിഷയത്തിൽ അയാളോട് പോസിറ്റീവായ അസൂയ പുലർത്താമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്. രണ്ടാമതായി അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത്, അള്ളാഹു പണം നൽകിയ ഒരു വ്യക്തി രാത്രിയും പകലും വ്യത്യാസമില്ലാതെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആ പണം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ്. പണം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കുണ്ടായതുകൊണ്ട് ഒരു കാര്യവുമില്ല. അത് ചെലവഴിക്കാനും നൽകാനും അത് മുഖേന ഒരുപാട് മനുഷ്യരുടെ ആവശ്യങ്ങൾ നിവർത്തിക്കാനും കണ്ണീരൊപ്പാനും പണത്തിലൂടെ സ്വർഗം നേടിയെടുക്കാനും മനസ്സില്ലെങ്കിൽ, അങ്ങനെ മനസ്സുണ്ടെങ്കിൽ വലിയ സമ്പന്നനാകണം എന്നുമില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തുകൊണ്ടിരിക്കും. ഉള്ളത് കൊണ്ട് കൊടുക്കും, ഉള്ളതിൽ നിന്ന് കൊടുക്കും, ഉള്ളറിഞ്ഞു കൊടുക്കും, മനസ്സറിഞ്ഞു നൽകും. അങ്ങനെ നൽകുന്ന കൂട്ടത്തിൽ സമ്പന്നനാണെങ്കിൽ ഒരു മനുഷ്യന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുവോളം എത്രയാണോ അയാൾക്ക് സമ്പത്ത് ആവശ്യം, അയാളുടെ അപ്പോഴത്തെ ലക്ഷ്യം നിറവേറ്റാൻ എത്ര പണമാണോ അതെല്ലാം കൊടുക്കാൻ കഴിയും വിധം അയാളുടെ കയ്യിൽ കാശുണ്ടാകും. അത്തരം ആളുകളുടെ കയ്യിൽ കാശ് കിട്ടുക എന്നത് വലിയ ഭാഗ്യമാണ്. ആ വ്യക്തിക്ക് അത് സ്വർഗത്തിലേക്കുള്ള വലിയ വഴിയാണ്. അസൂയപ്പെടാൻ മാത്രം വലിയ പുണ്യകർമ്മത്തിന്റെ ഉടമയാണ് അയാൾ. അതോടൊപ്പം അത് മറ്റുള്ളവർക്ക് മഹാഭാഗ്യമാണ്. ഇത്തരം ഒരു വ്യക്തിയിൽ സമ്പത്ത് കിട്ടിയാൽ ജനങ്ങൾ അവരുടെ ആവശ്യങ്ങളും പ്രയാസങ്ങളും ആ വ്യക്തി മുഖേന ഡയറക്റ്റായോ ഇൻഡയറക്റ്റായോ നിർവഹിച്ചു കൊണ്ടിരിക്കും. ജനങ്ങളുടെ പ്രയാസങ്ങളിൽ ആ വ്യക്തി നേരിട്ടോ മറ്റുള്ളവർ മുഖേനയോ ഇടപെട്ടുകൊണ്ടിരിക്കും. അവരുടെ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും സ്വന്തം പ്രയാസങ്ങളായി ഏറ്റെടുത്ത് സഹതാപമല്ല അനുതാപം എന്ന വികാരത്തിന്റെ ഉടമയായി മാറി അവരെ സഹായിച്ചു കൊണ്ടിരിക്കും. ഈ രണ്ട് വിഷയത്തിലാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ അസൂയയാകാം, ഇതിലല്ലാതെ അസൂയ പാടില്ല എന്ന് പറഞ്ഞത്. ഒന്നാമത് വിശുദ്ധ ഖുർആന്റെ വിഷയമാണ്. രണ്ടാമത് സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയമാണ്. അള്ളാഹു നൽകിയ മഹത്തായ അനുഗ്രഹമാകുന്ന വിശുദ്ധ ഖുർആനെ കൃത്യമായി പരിഗണിച്ച് അള്ളാഹു നൽകിയ മറ്റൊരു അനുഗ്രഹമാകുന്ന സമ്പത്തിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൃത്യമായി ചെലവഴിച്ച് അങ്ങനെ രണ്ട് മുഖേനയും സ്വർഗത്തിലേക്ക് എത്താൻ കഴിയണം. ഇതിൽ രണ്ടാമത് എല്ലാവർക്കും ലഭിച്ചു കൊള്ളണമെന്നില്ല സമ്പത്ത്. പക്ഷേ ഒന്നാമത്തേത് ഖുർആൻ എല്ലാവർക്കുമുണ്ട്, എല്ലാവരുടെ കയ്യിലുമുണ്ട്, എല്ലാവരുടെ വീട്ടിലുമുണ്ട്, എല്ലാവരുടെ റൂമുകളിലുമുണ്ട്, എല്ലാവരുടെ ഉപകരണങ്ങളിലുമുണ്ട്. അതിനെ കൃത്യമായി പരിഗണിക്കാനും രാവും പകലും ഖുർആനെ പാരായണം ചെയ്യാനും പഠിക്കാനും പിന്തുടരാനും തയ്യാറാവുക. അങ്ങനെ അള്ളാഹുവിന്റെ പ്രതിഫലം നേടിയെടുക്കുകയും അതുവഴി സ്വർഗത്തിലെത്തുകയും ചെയ്യുക. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ.